ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ന് പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ദ്വിരാഷ്ട്ര സന്ദർശനത്തോടനുബന്ധിച്ച് പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈനിലെത്തും. അമേരിക്കൻ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വാഷിംഗ്ടണിലെത്തി. US പ്രതിരോധ സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നവംബറിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്വിറ്റ്സർലാൻഡിൽ നടന്ന ലോസാൻ ഡയമണ്ട് ലീഗ് മീറ്റിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. ഇന്ന് ആദ്യ ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ദേശീയ ബഹിരാകാശ ദിനമായി രാജ്യമെമ്പാടും ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചന്ദ്രയാൻ 3ന്റെ വിജയത്തോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യവും ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന 4ാമത്തെ രാജ്യമായും ഇന്ത്യ മാറി. പേടകമിറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ചന്ദ്രനെ തൊടുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ പര്യവേഷണത്തിന്റെ സ്വാധീനത്തിന് ഊന്നൽ നൽകിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. റോബോട്ടിക്സ് ചലഞ്ച്, ഭാരതീയ അന്തരീക്ഷ ഹാക്കത്തോൺ എന്നിവയിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും രാഷ്ട്രപതി വിതരണം ചെയ്യും. രാജ്യമെമ്പാടും വിപുലമായ ദിനാഘോഷ പരിപാടികളും അരങ്ങേറും. വിവിധ ISRO കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചന്ദ്രയാന്റെ വിക്ഷേപണം മുതൽ രാജ്യത്തെ ബഹിരാകാശ നേട്ടങ്ങൾ ജനജീവിതത്തിനും രാജ്യത്തിനും എങ്ങനെ പ്രയോജനകരമായി എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയതായി തിരുവനന്തപുരം VSSC അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ V. അശോക് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികളിലെ ജനപ്രാതിനിധ്യം 15,000-ലേറെ ആയിരുന്നു. സൂര്യകാന്തി ഗ്രൗണ്ടിൽ ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണം മുതൽ സോഫ്റ്റ് ലാൻഡിംഗ് വരെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഹോളോഗ്രാം പ്രദർശനം മുഖ്യ ആകർഷണമായിരുന്നു. ISRO വികസിപ്പിച്ച ഭുവൻ പോർട്ടലിൽ സ്പോട്ട് യുവർ നെയ്ബർഹുഡ് എന്ന സങ്കേതം പല സ്ഥാപനങ്ങളും പരിചയപ്പെടുത്തി. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കവർത്തി എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളായി ക്വിസ് മത്സരം നടത്തിയത് 900-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ ചാന്ദ്രദൌത്യങ്ങളെയും ഭാവി പദ്ധതികളെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യ പോളണ്ട് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാർസോയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ജനാധിപത്യം, നിയമവാഴ്ച തുടങ്ങിയ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധമാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ സംഘർഷത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ പോളണ്ട് നൽകിയ സഹായം ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദ്വിരാഷ്ട്ര സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കീവിലെത്തും. 2 ദിവസത്തെ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം എന്ന തന്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കാൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്നും ശ്രീ മോദി പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 1992 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും ചർച്ച നടത്തും. സാമ്പത്തികം, വ്യാപാരം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണ മേഖല, പ്രതിരോധം, സാംസ്കാരികം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയവയിൽ ചർച്ചകൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സഹായകരമാകുമെന്ന് പ്രത്യാശിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ. നിരവധി ലോക നേതാക്കൾ യുക്രൈൻ സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സന്ദർശനങ്ങൾ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡ്യൂജാർ പറഞ്ഞു. 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ വൈകുന്നേരം വാഷിംഗ്ടണിലെത്തി. US പ്രതിരോധ സെക്രട്ടറിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് നടക്കുന്ന പ്രതിരോധ സഹകരണങ്ങളെ സംബന്ധിക്കുന്ന ഉന്നതതല യോഗത്തിലും ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ സൈനിക നവീകരണത്തിനും പ്രതിരോധ വ്യവസായ സഹകരണത്തിനും അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം അഹമ്മദാബാദിലെ ഗുജറാത്ത് സർവകലാശാലയിൽ നടക്കുന്ന ധർമ്മ ധമ്മ അന്താരാഷ്ട്ര സമ്മേളനത്തിലും പങ്കെടുക്കും. ഗുജറാത്ത് ഗവർണർ, മുഖ്യമന്ത്രി എന്നിവരും അദ്ദേഹത്തെ അനുഗമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തെ സീ പ്ലെയിൻ പ്രവർത്തനം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. RCS ഉഡാൻ പദ്ധതിക്ക് അനുസൃതമായാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. സീപ്ലെയിൻ പ്രവർത്തനത്തിലെ സുരക്ഷയിൽ അവയുടെ ഉടമസ്ഥർക്ക് മുതൽ നിയന്ത്രിക്കുന്നവർക്ക് വരെ തുല്യ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ. യാത്രാ സൌകര്യം എല്ലാവർക്കും എത്തിക്കുകയും ഗ്രാമീണ മേഖലയെ പരസ്പരം ബന്ധിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത 10 വർഷത്തിലേക്കുള്ള RCS ഉഡാൻ 2.0 പദ്ധതി ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നതായും കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ സർക്കാർ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഭരണപരമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നവംബറിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക പീഡനങ്ങളിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. റിപ്പോർട്ടിലുള്ളത് ഗുരുതര കണ്ടെത്തലുകളാണെന്ന് നിരീക്ഷിച്ച കോടതി ഇതു സംബന്ധിച്ച് കേരള സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത മാസം 10-ന് കേസിൽ ഹൈക്കോടതി തുടർവാദം കേൾക്കും. സ്വിറ്റ്സർലൻഡിൽ നടന്ന ലൊസാർ ഡയമണ്ട് ലീഗ് മീറ്റിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. സീസണിലെ തന്റെ ഏറ്റവും മികച്ച പ്രകടനമായി 89.49 മീറ്റർ ദൂരമെറിഞ്ഞാണ് നീരജ് ചോപ്ര നേട്ടം കൈവരിച്ചത്. നേപ്പാളിൽ നടക്കുന്ന സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന്റെ അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മാൽഡീവ്സിനെ നേരിടും. ഉച്ചയ്ക്ക് കാഠ്മണ്ഡുവിലെ ANFA കോംപ്ലക്സിൽ ആണ് മത്സരം. സെമി ഫൈനൽ സാധ്യത ഉറപ്പിച്ച ഇന്ത്യൻ സംഘത്തിന് ഇന്നത്തെ മത്സരത്തിൽ സമനില മതിയാകും. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7-ന് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പ്, മൈ GOV പ്ലാറ്റ്ഫോം, ടോൾ ഫ്രീ നമ്പറായ 1800-117800 എന്നിവയിലൂടെ ഇന്ന് വരെ അറിയിക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെയും ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെയും റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനുകൾ സമരം പിൻവലിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയും ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ പണിമുടക്കിയത്. വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കാൻ രൂപീകൃതമായ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നുള്ള പരമാവധി ആളുകൾക്ക് വഖഫ് ഭേദഗതി ബില്ലിലെ വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അവസരം നൽകുമെന്ന് യോഗത്തിന് മുന്നോടിയായി സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദംബിക പാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിനോടനുബന്ധിച്ച് പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈനിലെത്തും. അമേരിക്കൻ സന്ദർശനത്തിനായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് വാഷിംഗ്ടണിലെത്തി. US പ്രതിരോധ സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നവംബറിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്വിറ്റ്സർലൻഡിൽ നടന്ന ലൊസാൻ ഡയമണ്ട് ലീഗ് മീറ്റിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.